തമ്മിലും ടൈറ്റിലും കണ്ടിട്ട് വന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ 90 കിലോമീറ്റർ അപ്പുറം ചായ കുടിക്കാൻ പോയതെന്ന് സത്യമാണ്. പക്ഷേ നമ്മൾ ആഗ്രയ്ക്ക് പോണ വഴി കണ്ടപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് 50 മിനിറ്റ്സ് 50 മിനിറ്റൊക്കെ ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു 2 പാർട്ടാക്കാമെന്ന് വിചാരിച്ചു. പാർട്ട് 1 പാർട്ട് 2. പക്ഷേ അത് രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചായ കുടിക്കാൻ പോയി എന്നുള്ള വീഡിയോ ആക്കിയത് ഗൈസ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ കാണുക ഗൈസ്. എന്തായാലും വന്നവരെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്തിട്ട് പോയാൽ മതി. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ UP-യിൽ നിന്ന്, അതായത് നമ്മുടെ ദിവ്യപൂരിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് ഹൈവേ കൂടെയാണ് പോണത്. ഇത് കാൺപൂർ, ആഗ്ര ആ സൈഡിലേക്കൊക്കെ കണക്ട് ചെയ്യണ ഹൈവേ ആണ് ഗൈസ് ഇത്. എന്തായാലും ദൂരത്തൊക്കെ പാടങ്ങളും അങ്ങനെയൊക്കെ. ഈ ചെറിയ വീട് കണ്ടിട്ട് ആരും ആൾക്കാർ പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നും വിചാരിക്കണ്ട. കൊടീശ്വരന്മാരാണ്. ഫോർച്യൂണറും BMW ബെൻസൊക്കെ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ട് അന്തം വിട്ടിരുന്നു ഗൈസ്. ഇവിടുത്തെ ആൾക്കാർക്ക് സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോകാന്നല്ലാണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ അത് നല്ലത്. ഇവിടുത്തെ ആൾക്കാർക്ക് സൈഡ് വരുന്നൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട, സൈഡ് തരികയില്ല. പിന്നെ റോങ് സൈഡൊക്കെ വരുന്ന കാണാം. അതും സ്പീഡിലാണ് വരാം, മെല്ലെ നല്ല നല്ല സ്പീഡിലാണ് വരാം. അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പാണ്ടക്കൂട്ടനും ഉണ്ട് നമ്മുടെ കൂടെ. അതും ആഗ്ര വരെ വരുന്നുണ്ട് ഗൈസ്. ആഗ്രയിൽ നിന്ന് തിരിച്ച് വീട് വരെയുണ്ട്. ഈ ഡ്രൈവർ ഏട്ടൻ്റെ പാണ്ടക്കൂട്ടനാണ്. നല്ല രസമല്ലേ കാണാൻ, എനിക്കിഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയി ഗൈസ്. അപ്പോൾ ഇതാണ് നാഷണൽ ഹൈവേ. ഇപ്പോൾ 6 ലൈൻ, അതിപ്പോൾ 4 ലൈൻ ആവും. അവിടെ ഒരു വഴിയുള്ളതുകൊണ്ട് 6 ലൈനായിരുന്നു, ഇപ്പോൾ 4 ലൈനായി. ഇതാണ് ഇവിടെ UP-ത്തെ, അതായത് കാൺപൂർ ആഗ്ര, അല്ല അത് ആഗ്രയ്ക്ക് പോണ നാഷണൽ ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേ അല്ല, നാഷണൽ ഹൈവേ. നമ്മൾ വന്നത് സ്റ്റേറ്റ് ഹൈവേ കൂടെയാണ്. ഇത് അവിടുത്തെ നാഷണൽ ഹൈവേ ആണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമ്മൾ എക്സ്പ്രസ് വേ കൂടെയും പോവാം, നാഷണൽ ഹൈവേ കൂടെയും പോവാം. പക്ഷേ ഈ ഡ്രൈവറേട്ടൻ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ കൂടെ പോയത്, എക്സ്പ്രസ് ഹൈവേ കൂടെ കയറിയില്ല. നമുക്ക് ബോർഡ് കാണാനുണ്ടാവും 500 മീറ്റർ കഴിഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ ആണ്. പക്ഷേ ഇയാൾ കയറിയില്ല. നമ്മൾ വേറൊരു സ്ഥലം വരെ പോകും. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ചായക്കട കണ്ടു. അപ്പോൾ അവിടെ നിർത്തി നിങ്ങൾ കാണിച്ചിട്ട് ഗൈസ് ചായ കുടിക്കാം. ഇതാണ് എക്സ്പ്രസ് ഹൈവേ ഒക്കെ പോകുന്ന വഴി. പക്ഷേ എന്തുകൊണ്ടോ അയാൾ അങ്ങോട്ട് കയറ്റിയില്ല ഗൈസ്. നേരെ നാഷണൽ ഹൈവേ കൂടെ പോണത്. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ 90 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക ഗൈസ്. അതൊന്നും മടിക്കണ്ട, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചായ. ഇതാണ് മൺ ഗ്ലാസ്സിൽ ഒഴിച്ച് തരുന്ന ചായ ഗൈസ്. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. തന്തൂരി ചായ അല്ല, വേറെ എന്തോ ചായയാണ് തന്നത്. നോർമൽ ചായ തോന്നുന്നു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ കാണാം. ഇതിന് ബൈ.